Welcome all. Here we are going to discuss about three main theorems: ratio test, comparison theorem, and limit comparison theorem with some problems. Okay, first we have the ratio test. The theorem says that if let xn be a sequence of positive real numbers such that limit of xn plus 1 by xn is equal to L, and if L less than 1, then the sequence xn converges and the limit xn is equal to 0. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സീക്വൻസ് എക്സൻ ഉണ്ട്. ആ എക്സിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ലിമിറ്റ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ഈക്വൽ ടു എൽ ആണ്. ആ എൽ ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മുടെ സീക്വൻസ് എക്സ് എൻ കൺവെർജസുമാണ്, അതിൻ്റെ ലിമിറ്റ് 0യുമാണ്. ഇതാണ് തിയറം പറയുന്നത്. അപ്പോൾ എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ എന്ന് പറയുമ്പോൾ തൊട്ടടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ടേംസിൻ്റെ റേഷ്യോ ആണത്. അതിൻ്റെ ലിമിറ്റാണ് എല്ലിലേക്ക് പോയിട്ടുള്ളത് കേട്ടോ. ആ എല്ലാണ് ലെസ് ദാൻ 1 ആകുമ്പോൾ ഈ സീക്വൻസ് കൺവെർജൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ആ റേഷ്യോസ് എടുത്തുകൊണ്ട് പറയുന്നത് കൊണ്ടാണ് ഈ തിയറത്തിന് റേഷ്യോ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി വിൽ സീ ദ പ്രൂഫ്. നമ്മുടെ കയ്യിൽ എക്സ് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ഉണ്ട്. സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്, അതായത് എക്സ് എൻ ഗ്രേറ്റർ ദാൻ 0 ആണ് ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ. അപ്പോൾ നമുക്കറിയാം അങ്ങനെയുള്ള സീക്വൻസുകളുടെ റേഷ്യോസിൻ്റെ ലിമിറ്റാണ് എൽ എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് ടേംസിൻ്റെ ലിമിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കതിന് എൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും പറയാൻ പറ്റും. ഇനി നമുക്ക് എൽ ലെസ് ദാൻ 1 ആവുന്ന സമയത്താണ് ഈ സീക്വൻസ് കൺവെർജൻ്റ് ആണെന്ന് പറയേണ്ടത്. അപ്പോൾ അസ്യൂം എൽ ലെസ് ദാൻ 1, അതായത് എല്ലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയ്ക്ക്, 0യും ആകാം എൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലിനും 1നും ഇടയിൽ നിന്ന് ഒരു റിയൽ നമ്പറിനെ ചൂസ് ചെയ്യാൻ പറ്റും. കാരണം എൽ ലെസ് ദാൻ 1 ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് ഒരു റാഷണലിനെയും ഇറാഷണലിനെയും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മളൊരു റിയൽ നമ്പറിനെ ചൂസ് ചെയ്യുന്നതേ ഉള്ളൂ, 6. ദാറ്റ് ഈസ് എൽ ലെസ് ദാൻ 6 ലെസ് ദാൻ 1. അങ്ങനെയാണെങ്കിൽ ആർ മൈനസ് എൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പോസിറ്റീവ് ക്വാണ്ടിറ്റീനെ, അതായത് ആർ മൈനസ് എല്ലിനെ നമുക്ക് എപ്സിലോൺ ആയിട്ട് ചൂസ് ചെയ്യാം. ചൂസ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു ആർ മൈനസ് എൽ. Okay, we have limit of xn plus 1 by xn is equal to L. So by applying the definition, we can find a natural number k such that modulus of xn plus 1 by xn minus L is less than epsilon for every n greater than or equal to k. Okay, by expanding the modulus, we can see that minus epsilon is less than xn plus 1 by xn minus L less than epsilon, and throughout adding L, we can say that L minus epsilon is less than xn plus 1 by xn is less than L plus epsilon for every n greater than or equal to k. Okay, but we have chosen epsilon is equal to r minus L. So we are replacing that in the right side of that inequality. We can obtain xn plus 1 by xn is less than L plus r minus L for every n greater than or equal to k. That is xn plus 1 by xn is less than r. Okay, that means that xn plus 1 is less than r into xn for every n greater than or equal to k. ഓക്കെ, അതായത് എക്സ് എൻ പ്ലസ് 1 ഈസ് ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് എന്നാണ്. അപ്പോൾ എൻ പ്ലസ് 1 പകരം എൻ ആണെങ്കിൽ എന്ത് കിട്ടും? എക്സ് എൻ ഈസ് ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് എൻ മൈനസ് 1 എന്ന് കിട്ടും. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഇൻഡക്റ്റീവ്ലി ഇങ്ങനെ എഴുതുന്നതാണ് തൊട്ടടുത്ത് ലൈനിൽ കാണുന്നത്. അതായത് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കേക്ക് നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 0 ഈസ് ലെസ് ദാൻ എക്സ് എൻ പ്ലസ് 1, എക്സ് എൻ പ്ലസ് 1 ഈസ് ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് എൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ്. ആർ ഇൻറ്റു എക്സ് എന്നിൽ എക്സ് എൻ ഈസ് ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് എൻ മൈനസ് 1 എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആർ ഇൻറ്റു എക്സ് എൻ ലെസ് ദാൻ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് എൻ മൈനസ് 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ലെസ് ദാൻ ആർ ക്യൂബ് ഇൻറ്റു എക്സ് എൻ മൈനസ് 2 എന്ന് എഴുതാം. ലെസ് ദാൻ എക്സെട്ര ലെസ് ദാൻ, ഇത് കെ വരെയാണിത് പറ്റുള്ളൂ. കെക്ക് മുകളിലുള്ള നമ്പേഴ്സാണ് ഇത് പറ്റുന്നത്. അപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞ് നമുക്ക് കെ വരെയാണ് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ എന്നെ കുറഞ്ഞ് ആദ്യത്തെ സ്റ്റേജിൽ എൻ പ്ലസ് 1 ആയിരുന്നു, പിന്നെ എൻ ആയി, പിന്നെ എൻ മൈനസ് 1 ആയി, എൻ മൈനസ് 2 ആയി, അങ്ങനെ കുറഞ്ഞ് കെയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് എക്സ് കെ എന്ന് പറയുന്ന ടേം വരുമ്പോൾ കൂടെ ആറിൻ്റെ പവർ എത്രയാണ് വരിക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് വെച്ചപ്പോൾ ആദ്യത്തെ ടേമിൽ എക്സ് എൻ പ്ലസ് 1, ഓക്കെ, അടുത്ത ടേമിൽ ആർ ഇൻറ്റു എക്സ് എൻ. അപ്പോൾ ആറിൻ്റെ പവറും എക്സിൻ്റെ സഫിക്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ പ്ലസ് 1 ആണ് വരുന്നത്. അടുത്തതിൽ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് എൻ മൈനസ് 1ൽ ആറിൻ്റെ പവറായിട്ടുള്ള 2ഉം എക്സിൻ്റെ സഫിക്സ് ആയിട്ടുള്ള എൻ മൈനസ് 1ഉം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എൻ പ്ലസ് 1 ആണ് വരുന്നത്. അടുത്ത ടേമിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ പ്ലസ് 1 ആണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ടേമിൽ അത് കീപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം ആറിൻ്റെ പവർ എഴുതാൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൻ പ്ലസ് 1 മൈനസ് കെ ആണ് ആറിൻ്റെ പവറായിട്ട് വരാം. ഓക്കെ, അപ്പോൾ അതുവരെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫ്രണ്ടും ലാസ്റ്റും മാത്രം നമ്മൾ എഴുതുന്നു. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ എക്സ് എൻ പ്ലസ് 1 ലെസ് ദാൻ എക്സ് കെ ഇൻറ്റു ആർ റേസ് ടു എൻ പ്ലസ് 1 മൈനസ് കെ എന്ന് എഴുതുന്നു. അതിൽ ആർ റേസ് ടു എൻ പ്ലസ് 1 മൈനസ് കെനെ നമുക്ക് ആർ റേസ് ടു എൻ പ്ലസ് 1 ബൈ ആർ റേസ് ടു കെ എന്ന് എഴുതാം. എന്നിട്ട് എക്സ് കെ ബൈ ആർ റേസ് ടു കെ എന്ന് പറയുന്ന ക്വാണ്ടിറ്റീനെ സി എന്ന് നെയിം ചെയ്യാണ്. അപ്പോൾ അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം എക്സ് കേസും പോസിറ്റീവാണ്, ആറും പോസിറ്റീവാണ്. അപ്പോൾ സി എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ 0 ലെസ് ദാൻ മോഡ്
xn plus 1 minus 0 less than c into r raised to n plus 1 for every n greater than or equal to k എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇതിൽ ആർ റേസ് ടു എൻ പ്ലസ് 1 എന്ന് പറയുന്ന സീക്വൻസ് സീറോയിലേക്കാണ് പോകുന്നത്, കാരണം ആർ ലെസ് ദാൻ 1 ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഒരു തിയറം മുന്നേ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു തിയറാണ്, അതിൻ്റെ ജസ്റ്റ് അപ്ലിക്കേഷനാണ് വരുന്നത്. ആ തിയറം അവിടെ കൊട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ പറഞ്ഞ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആർ റേസ് ടു എൻ പ്ലസ് 1ൻ്റെ ലിമിറ്റ് 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ് എൻ പ്ലസ് 1 എന്ന് പറയുന്ന സീക്വൻസ് എവിടേക്ക് പോകുന്നു, സീറോയിലേക്ക് പോകുന്നു എന്ന് പറയാൻ പറ്റും. അതായത് ലിമിറ്റ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. അത് വൺ ടൈലാണ് അല്ലേ. അപ്പോൾ വൺ ടൈൽ എവിടേക്ക് പോകുന്നു അവിടേക്ക് തന്നെയാണ് ഒറിജിനൽ സീക്വൻസും പോകുന്നത്. ആൻഡ് ഹെൻസ് ലിമിറ്റ് എക്സ് എൻ ഈസ് ഈക്വൽ ടു 0. ദിസ് ഇസ് ദ theorem. And now we have a problem. Show that limit of n by 2 raised to n is equal to 0. Here xn is equal to n by 2 raised to n, and so xn plus 1 is equal to n plus 1 divided by 2 raised to n plus 1. Okay, just we are checking the limit of xn plus 1 by xn by substituting xn plus 1 and xn. We can obtain that this is clearly 1 by 2 and that is clearly less than 1. അപ്പോൾ നമ്മുടെ റേഷ്യോ ടെസ്റ്റിൽ പറഞ്ഞത് കിട്ടുന്ന റേഷ്യോ ലിമിറ്റിൻ്റെ റേഷ്യോൻ്റെ ലിമിറ്റ് ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവെർജൻ്റ് ആണ്, സീറോയിലേക്കാണ് പോകണമെന്നല്ലേ. സോ ഹെൻസ് ബൈ റേഷ്യോ ടെസ്റ്റ് വി ഗെറ്റ് ലിമിറ്റ് ഓഫ് n by 2 raised to n is equal to 0. Next we have another theorem, comparison theorem. ഇവിടെ എക്സിനും വൈനും രണ്ട് സീക്വൻസസ് ആണ്, സച്ച് ദാറ്റ് എക്സൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ആണ് ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ. അങ്ങനെയാണെങ്കിൽ എക്സൻ്റെ ലിമിറ്റ് പോസിറ്റീവ് ഇൻഫിനിറ്റി ആണെങ്കിൽ വൈ എൻ്റെ ലിമിറ്റും പോസിറ്റീവ് ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി വൈ എൻ്റെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ എക്സൻ്റെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അതായത് എക്സൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ. അപ്പോൾ എക്സൻ ചെറിയ സീക്വൻസ്, ഐ മീൻ ടേം ബൈ ടേം നോക്കുകയാണെങ്കിൽ എക്സൻ ചെറുതും വൈ എൻ വലുതുമാണ്. അപ്പോൾ ചെറിയ ആൾ തന്നെ പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വലിയ ആളും അതിനേക്കാൾ മുകളിൽ പിന്നെ പോസിറ്റീവ് ഇൻഫിനിറ്റി തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ വലിയ ആളും പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഇനി വലിയ ആൾ നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണ് പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഇരിക്കുന്ന ആൾക്ക് പിന്നെ വേറെ ഓപ്ഷനൊന്നുമില്ല, മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് തന്നെയാണ് പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. വി ഹാവ് നമ്മുടെ കയ്യിലുള്ളത് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചൂസ് ആൽഫ പോസിറ്റീവ് വെരി ലാർജ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ എ പാർട്ടിൻ്റെ പ്രൂഫാണ് പറയുന്നത്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് വൈ എൻ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി. അപ്പോൾ ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾ ആൽഫ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കെ ആൽഫനെ കണ്ടുപിടിക്കാൻ പറ്റും, നാച്ചുറൽ നമ്പർ, സച്ച് ദാറ്റ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ആൽഫ ആയിരിക്കും ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആൽഫ. ഓക്കെ, ഇതിൽ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 1 കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആൽഫ ലെസ് ദാൻ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ for every n greater than or equal to k alpha. That is yn is greater than alpha ആണ് for every n greater than or equal to k alpha. ഇതിൻ്റെ അർത്ഥം എന്താണ്? ലിമിറ്റ് ഓഫ് yn is equal to പ്ലസ് ഇൻഫിനിറ്റി. ഇനി നമുക്ക് അടുത്ത ബി പാർട്ടിൽ പറയാനുള്ളത് ലിമിറ്റ് വൈ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് അസ്യൂം ചെയ്തിട്ട് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയാനാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈനസ് ഇൻഫിനിറ്റി എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ബീറ്റയാണ്. ബീറ്റ ലെസ് ദാൻ 0 ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ബീറ്റ ലെസ് ദാൻ 0 വെരി സ്മോൾ ആയിട്ട് നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് വൈ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഈ ബീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കെ ബീറ്റ എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കാം, സച്ച് ദാറ്റ് വൈ എൻ ലെസ് ദാൻ ബീറ്റയാണ് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ബീറ്റ. ഇതിൽ ഇക്വേഷൻ 1 കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് എൻ ലെസ് ദാൻ ബീറ്റയാണ് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ബീറ്റ എന്ന് വരും. ഇതിൻ്റെ അർത്ഥം എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ലിമിറ്റും മൈനസ് ഇൻഫിനിറ്റി ആണ് എന്നാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ തിയറം. അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണിത്. ഡിസ്കസ് ദ കൺവെർജൻസ് ഓഫ് സീക്വൻസ് എക്സ് എൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 ബൈ റൂട്ട് 10. ഇവിടെ നമുക്കറിയാം എൻ സ്ക്വയറും എൻ സ്ക്വയർ പ്ലസ് 1ഉം തമ്മിലുള്ള ഇനീക്വാലിറ്റി നമുക്കറിയാം. രണ്ട് സൈഡും റൂട്ട് എടുക്കുന്നു, എന്നിട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് 10 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 10 ഈസ് ലെസ് ദാൻ റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 ബൈ റൂട്ട് 10 എന്ന് വരുന്നു. ഓക്കെ, ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ. അതിനെ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്നുള്ള രൂപത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ലെഫ്റ്റിലിരിക്കുന്ന റൂട്ട് 10 നമുക്കറിയാം എവിടേക്കാണ് പോകുന്നത്? ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ചെറിയ ആൾ തന്നെ പോസിറ്റീവ് ഇൻഫിനിറ്റിയിൽ പോയാൽ അതിൻ്റെ മുകളിലിരിക്കുന്ന ആൾക്കും വേറെ ഓപ്ഷനൊന്നുമില്ല, പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് തന്നെ എത്തും ബൈ കമ്പാരിസൺ തിയറം. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഇൻഫിനിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ സീക്വൻസ് ഡൈവർജിങ് ആണ്. ഡൈവർജസ് മീൻസ് എന്താണ്? പ്രോപ്പർലി ഡൈവർജസ്. ഓക്കെ,
വേറൊരു പ്രോബ്ലം ഉണ്ട്. ഷോ ദാറ്റ് ലിമിറ്റ് ഓഫ് 1/√(n+1 + 1/√(n+2 + etc. + 1/√(2n) = പോസിറ്റീവ് ഇൻഫിനിറ്റി. അതൊരു സീക്വൻസിൻ്റെ nth ടേമാണ് അവിടെ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ടേമിനെ നമ്മൾ xn ആയിട്ട് സെറ്റ് ചെയ്തു. ലെറ്റ് xn = 1/√(n+1 + 1/√(n+2 + etc. + 1/√(2n). ഈ ഒരു ടേം എന്ന് പറയുന്നത് ഓരോ ടേമിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാണ് > 1/√2n വെച്ചിട്ട്. അത് ക്ലിയർ ആയിട്ടുള്ളൊരു ഇനീക്വാലിറ്റിയാണ്. ടേം ബൈ ടേം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ > ഓരോ ടേമിനെയും നമ്മൾ 1/√2n വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈക്വൽ ടു എത്ര കിട്ടും? n/√2n വരും. ദാറ്റ് ഈസ് √n/2. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയത് √n/2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn എന്നാണ് കിട്ടിയിട്ടുള്ളത് ഫോർ എവറി n എലമെൻറ്റ് ഓഫ് n. ഇതിൽ നമുക്ക് √n/2ൻ്റെ ലിമിറ്റ് അറിയാം. n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ √n/2 പോകുന്നത് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണ്. അപ്പോൾ ചെറിയ ആൾ തന്നെ പോസിറ്റീവ് ഇൻഫിനിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലിരിക്കുന്ന xn എന്തായാലും പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ. ദെർഫോർ ബൈ കമ്പാരിസൺ തിയറം ലിമിറ്റ് ഓഫ് xn is equal to പോസിറ്റീവ് ഇൻഫിനിറ്റി. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് അനദർ തിയറം കോൾഡ് ലിമിറ്റ് കമ്പാരിസൺ തിയറം. സ്റ്റേറ്റ്മെൻറ്റിൽ എക്സിനും വൈനും രണ്ട് റിയൽ സീക്വൻസസ് സച്ച് ദാറ്റ് ലിമിറ്റ് ഓഫ് xn/yn is equal to L, where L is positive and real. Then limit of xn equal to +∞ if and only if limit of yn equal to +∞. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ രണ്ട് റിയൽ സീക്വൻസസ് ഉണ്ട്. അവർ തമ്മിലുള്ള റേഷ്യോൻ്റെ ലിമിറ്റ്, അതായത് ലിമിറ്റ് ഓഫ് xn/yn എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിയൽ നമ്പർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ xnൻ്റെ ലിമിറ്റ് പോസിറ്റീവ് ഇൻഫിനിറ്റി ആണെങ്കിൽ വൈൻ്റെ ലിമിറ്റും പോസിറ്റീവ് ഇൻഫിനിറ്റി ആയിരിക്കും. തിരിച്ച്, അതായത് ആരെങ്കിലും ഒരാൾ പോസിറ്റീവ് ഇൻഫിനിറ്റിയിൽ പോയാൽ മറ്റാളും പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് തന്നെ ആയിരിക്കും വരിക എന്നാണ് ഈ തിയറം പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. വി ഹാവ് നമ്മുടെ കയ്യിലുള്ളത് ലിമിറ്റ് ഓഫ് xn/yn equal to L ആണ്, വേറെ L is a പോസിറ്റീവ് റിയൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ L/2 പോസിറ്റീവ് ആയിരിക്കും. അത് നമുക്ക് എപ്സിലോൺ ആയിട്ട് ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ എപ്സിലോൺ is equal to L/2 എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് xn/yn equal to L ഡെഫിനിഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു നാച്ചുറൽ നമ്പർ k1 കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് xn/yn - L is less than epsilon which is equal to L/2 for every n greater than or equal to k1. Okay, and by expanding the modulus we can obtain the equation number 1, that is L/2 into yn is less than xn is less than 3L/2 into yn for every n greater than or equal to k1. ഓക്കെ, ഇനിയാണ് നമ്മൾ നമ്മുടെ തിയറത്തിലേക്ക് വരുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ആരെങ്കിലും ഒരാൾ പോസിറ്റീവ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ മറ്റാളും പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് എത്തും എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ലിമിറ്റ് ഓഫ് xn is equal to പോസിറ്റീവ് ഇൻഫിനിറ്റി എന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആൽഫനെ ചൂസ് ചെയ്തു. ആൽഫ പോസിറ്റീവ് വളരെ ലാർജായിട്ട് തന്നെ ചൂസ് ചെയ്യാം. Then limit of xn is equal to positive infinity implies we can find a natural number k2 such that xn is greater than ആൽഫയ്ക്ക് പകരം 3L/2 ആൽഫ എന്നാണ് എഴുതിക്കുന്നത്. പർപ്പസ്ഫുള്ളി എഴുതിയിട്ടുള്ളതാണ്. ഫോർ എവറി n greater than or equal to k2. ഓക്കെ, അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ലെറ്റ് k is equal to, ഇനി നമുക്ക് k1 ഉണ്ട് k2 ഉണ്ട് കയ്യിൽ. അപ്പോൾ അവരുടെ മാക്സിമമായിട്ട് നമ്മൾ kനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം kക്ക് മുകളിലുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും വർക്കാവും. ഓക്കെ, ഇനി ഇക്വേഷൻ 1 നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് xn less than 3L/2 yn എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇക്വേഷൻ 2ഉം കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് yn greater than ആൽഫ എന്നുള്ളത്. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ടേംസ് 2/3Lഉം 3L/2ഉം വരുന്നത്. ശ്രദ്ധിച്ചുവോ? അതിങ്ങനെ വെട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഇക്വേഷൻ നമ്പർ 2ൽ xn greater than 3L/2 ആൽഫ എന്ന് എഴുതിയിട്ടുള്ളത് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് yn greater than ആൽഫ ഫോർ എവറി n greater than or equal to k. ദിസ് മീൻസ് ദാറ്റ് ലിമിറ്റ് ഓഫ് yn is പോസിറ്റീവ് ഇൻഫിനിറ്റി. ഓക്കെ, കോൺവേഴ്സ്ലി നമ്മൾ ലിമിറ്റ് ഓഫ് yn is equal to പോസിറ്റീവ് ഇൻഫിനിറ്റി എന്ന് അസ്യൂം ചെയ്യുക. നമുക്ക് ലിമിറ്റ് ഓഫ് xനും പോസിറ്റീവ് ഇൻഫിനിറ്റി ആണെന്ന് പറയണം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഓഫ് yn പോസിറ്റീവ് ഇൻഫിനിറ്റി എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ചൂസ് അഗെയിൻ ആൽഫ പോസിറ്റീവ്. limit of yn is equal to positive infinity means there exists another natural number k3 such that yn is greater than 2/L into alpha for every n greater than or equal to k3. അതും പർപ്പസ്ഫുള്ളി എഴുതിയിട്ടുള്ളതാണ്. എന്നിട്ട് ഈ k3യുടെയും k1ൻ്റെ മാക്സിമം ആയിട്ട് നമ്മൾ k' സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ 1ഉം 3ഉം ഹോൾഡ് ചെയ്യും ഫോർ എവറി n greater than or equal to k'. ഓക്കെ, എന്നിട്ട് 1ന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡ് എടുക്കുന്നു L/2 into yn less than xn. അതും ഇക്വേഷൻ നമ്പർ 3യും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് xn is greater than alpha for every n greater than or equal to k'. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ലിമിറ്റ് ഓഫ് xn is equal to പോസിറ്റീവ് ഇൻഫിനിറ്റി. അപ്പോൾ ആരെങ്കിലും ഒരാൾ പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് ആണെന്നുണ്ടെങ്കിൽ, ലിമിറ്റ് പോകുന്നുണ്ടെങ്കിൽ അടുത്ത ആളും പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് തന്നെയാണ് പോവുക. ലിമിറ്റ് കമ്പാരിസൺ തിയറം അതാണ് പറയുന്നത്.
ഓക്കെ, ഇനി ഈ ഒരു തിയറത്തിൽ നമ്മൾ എൽ എന്ന് പറയുന്ന പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എൽ എന്ന് പറയുന്നത് 0 ആയാലോ, അതായത് എൽ എന്ന് പറയുന്ന പോസിറ്റീവ് ഇൻഫിനിറ്റി ആയാലോ കൺക്ലൂഷൻ, ഈ തിയറത്തിൻ്റെ കൺക്ലൂഷൻ ശരിയാകണമെന്നില്ല എന്നുള്ളതിൻ്റെ ഒരു നോട്ടാണ് താഴെ കാണിച്ചിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, ഒരു കൗണ്ടർ എക്സാമ്പിളാണ്. നമ്മൾ ആദ്യത്തെ സീക്വൻസ് ആയിട്ടൊരു 1/n എടുക്കുന്നു, രണ്ടാമത്തെ സീക്വൻസ് ആയിട്ട് n എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 1/n കൺവെർജിങ് ആണ്, n ഡൈവർജിങ് ആണെന്ന് അറിയാം. ഓക്കെ, ലിമിറ്റ് xn/yn നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? 0 എന്നാണ് കിട്ടുന്നത്. അതായത് L 0 ആണ് കിട്ടുന്നത്. അപ്പോൾ 0 കിട്ടുമ്പോൾ നമുക്ക് ഈ കൺക്ലൂഷൻ തെറ്റാണെന്ന് കാണിക്കാനുള്ള രണ്ടാൾക്കാരാണ് ഇവർ. കാരണം ഇവർ രണ്ടുപേരും, ഒരാൾ കൺവെർജിങ് ആണ് 0ലേക്ക്, മറ്റാൾ ഡൈവർജിങ് ആണ് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക്. അപ്പോൾ തിയറം ഇവിടെ തെറ്റാണ് അല്ലേ? 0 ആകുമ്പോൾ ശരിയാവില്ല എന്ന് കാണിക്കാനുള്ള എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഇവരെ തന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ yn/xn ആയിട്ട് ഡീൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ലിമിറ്റ് പോസിറ്റീവ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ L എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻഫിനിറ്റി കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ കൺക്ലൂഷൻ തെറ്റാണെന്ന് പറയാം. കാരണം ഇവിടെ 1/n കൺവെർജിങ് ആണ്, n ഡൈവർജിങ് ആണ്. അപ്പോൾ രണ്ട് സീക്വൻസും ഒരുപോലെ പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നില്ല എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരാൾ പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോയതുകൊണ്ട് n എന്ന് പറയുന്ന yn എന്ന് പറയുന്ന സീക്വൻസ് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോയതുകൊണ്ട് x എന്ന് പറയുന്ന സീക്വൻസ് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് ഇതിനെ മനസ്സിലാക്കാം. അപ്പോൾ കൗണ്ടർ എക്സാമ്പിൾസ് ഉണ്ട്. അതായത് L = 0യോ പോസിറ്റീവ് ഇൻഫിനിറ്റിയോ ആയിക്കഴിഞ്ഞാൽ തിയറം ട്രൂ ആകണമെന്നില്ല എപ്പോഴും. ഓക്കെ, ഇൻ ബിറ്റ്വീൻ, അതായത് 0ക്കും ഇൻഫിനിറ്റിക്കും ഇടയിലുള്ള ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ തിയറം ഓൾവേസ് വർക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.